വിലാപയാത്ര ബാത്തോമയിൽ നിന്ന് തുടങ്ങി. കബറടക്കം മാറത്ത് സെദ്നയ സെന്റ് എഫ്രേമത്തിൽ നടക്കും. കബറടക്ക ശുശ്രൂഷകൾക്ക് താൽക്കാലിക പാത്രിയർക്കീസ് മോർ സേവേറിയോസ് ഹവ നേതൃത്വം നൽകി. എപ്പിസ്കോപ്പൽ സിനഡ് സെക്രട്ടറി മാർ തിമോത്തിയോസ് ജോർജ് സലീബയും ഉൾപ്പെടെ ഉള്ള മെത്രാപ്പോലിത്തമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം വളരെ കുറച്ച് മെത്രാപ്പോലിത്തമാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മലയാളിയായ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്തയും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ സംഘർഷങ്ങൾക്കിടയിലും ബാവയുടെ കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദമാസ്കസിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ജബി ചേരുന്നു. നിഷ, എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രമോദ്, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഡമാസ്കസിലെ പാത്രിയർക്ക ആസ്ഥാനത്തെ പാത്രിയർക്ക സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വിലാപയാത്ര ഇവിടെ നിന്ന് മറത്ത് സെയ്തനയിലെ സെമിനാരിയിലേക്ക് പുറപ്പെടും. അവിടെയാണ് അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നത്. വളരെ കുറച്ച് മെത്രാപ്പൊലീത്തമാരും വിശ്വാസികളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ പാത്രിയാർക്ക കത്തീഡ്രൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഇനി കബറടക്ക ശുശ്രൂഷകൾ നടക്കുന്ന സെമിനാരി മാർ എഫ്രേം സെമിനാരി നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സർക്കാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സായുധ പട്ടാളത്തിന്റെ അകമ്പടിയോടെയാണ് ഇവിടെ നിന്ന് നീങ്ങുന്നത്. എല്ലാവരുടെയും ബാഗുകളും മറ്റു കാര്യങ്ങളും ക്യാമറ ഉൾപ്പെടെ എല്ലാം കർശന പരിശോധനയോടെ മാത്രമാണ് ഇവിടെ നിന്ന് കടത്തിവിടുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക പ്രവൃത്തികൾ ഇവിടെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേർ 7-8 മലയാളികൾ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതും സുരക്ഷാ പ്രശ്നങ്ങൾ മൂലമാണ്. ഈ വാഹനവ്യൂഹം സാധാരണഗതിയിൽ കടന്നു പോകേണ്ട വഴിയിലൂടെയല്ല കടന്നു പോവുക. കാരണം പ്രത്യേകിച്ചും സിറിയൻ വിമതർക്ക് ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യാനികളുമായി വളരെ വലിയ ശത്രുതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് കാര്യമായ ആക്രമണ ഭീഷണിയുണ്ട്. അതിനാൽ തന്നെ ഈ വാഹനവ്യൂഹം മറ്റൊരു വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് സഭാ അധികാരികൾക്ക് പോലും അറിയില്ല. പൂർണ്ണമായും സിറിയൻ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇനി ഈ വാഹനവ്യൂഹം കടന്നു പോവുക. ഞങ്ങൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നു. പ്രമോദ്. നിഷ ജബിയാണ് ദമാസ്കസിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ വാർത്താലേഖകരോട് സംസാരിക്കുകയും